ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിപ്പോസ് വ്ലോഗ്. അപ്പൊ എല്ലാവരും സുഖമായിരിക്കല്ലേ? ഇന്ന് നമ്മൾ എവിടെയാ പോകുന്നതെന്ന് അറിയോ? ഇന്ന് നമ്മൾ പോകുന്ന പാണ്ഡവൻ പാറയിലോട്ടാ. അപ്പൊ കൊല്ലത്ത് പുനലൂരുള്ള ഉരുക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് പാണ്ഡവൻ പാറ ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എങ്ങനെ പോകണമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്കത് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ വന്നത്. എനിക്ക് കറക്റ്റ് ഇപ്പം വീഡിയോയിൽ കൂടെ നിങ്ങളത് പറയാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ പാണ്ഡവൻ പാറയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ ഉരുക്കുന്ന് ഉള്ള ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ പറയുന്നത്. എൻ്റെ ഫ്രണ്ടിലൊരു ഗവൺമെൻറ് വെൽഫെയർ UPS സ്കൂളുണ്ട്. വരുന്ന വഴിയൊക്കെ നല്ല ഇതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വ്യൂസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമുക്കിനി മേലെ പോയിട്ടുള്ള എല്ലാ വ്യൂസും കാണാം. എന്നേക്കാൾ വലിയ സന്തോഷത്തിൽ കയറി പോവാന്നും പറഞ്ഞിട്ട് കയറി പോവാട്ടോ എൻ്റെ മോള്. ഭയങ്കര ഹാപ്പിയാ മലയുടെ മണ്ടയിൽ കയറാന്ന് പറഞ്ഞിട്ട്. നമ്മൾ കയറുന്നതിന്റെ സൈഡിൽ തന്നെ ശിവപാർവതിയുടെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. 900 meters ആണ് നമ്മൾ മേലെ പോകാൻ വേണ്ടിയിട്ടുള്ളൂ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഒരു കുഞ്ഞ് ഇടവഴി കൂടെയാണ് നമ്മൾ കുറച്ച് ദൂരം ആദ്യം പോകേണ്ടത്. കുറച്ച് ദൂരം മാത്രമേ ഈ ഒരു ഇടവഴിയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് എത്തി. ഈ സ്റ്റെപ്പിൽ കൂടെ കുറേ ദൂരം നമ്മൾ പോകണം. സ്റ്റെപ്പിന്റെ സൈഡിൽ കുറച്ച് വീടുകളുണ്ട്, കുറേ കാട്ടു ചെടികളുണ്ട്. പക്ഷെ നല്ല വൃത്തിയുള്ള സ്റ്റെപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ച എന്താണെന്നറിയാവോ, പാറയുടെ മുകളിൽ എത്തുന്ന വരെ നമുക്ക് ഇതുപോലെ സ്റ്റെപ്പ് ഉണ്ടാവുമോ എന്നാ വിചാരിച്ച. അപ്പൊ മേലെ നിന്ന് ഇറങ്ങി വന്ന രണ്ട് അപ്പൂപ്പന്മാർ എന്നോട് പറഞ്ഞത്, ഇത് കുറച്ച് നേരെ ഈ സ്റ്റെപ്പ് ഉള്ളൂ, പിന്നെ അങ്ങ് ഉരുളൻ കല്ലുകളാ, പിന്നെ അങ്ങ് ശീലമായിക്കോളും, കുറേ ദൂരം നമ്മൾ കയറണം എന്നുള്ളത്. പിന്നെ ആകെയുള്ള സന്തോഷം, നമുക്ക് ഇതുപോലെ കുറേ നല്ല വ്യൂസ് കാണാം സൈഡിൽ തിരിഞ്ഞു നോക്കുമ്പോൾ. പിന്നെ ഇതാ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരു സൈഡ് നിറയെ റബ്ബർ തോട്ടമാണ്. അവിടെ ഈ പാറയുടെ മുകളിലുണ്ടല്ലോ ഒരു ഫാമിലി, കുറേ കുരങ്ങന്മാർ വന്നിട്ട് ഫാമിലി ആയിട്ട് ഇരിപ്പുണ്ട്. ഫാമിലി ഉണ്ട്, കൊച്ചു കുട്ടികളിൽ വലിയ കുരങ്ങന്മാർ വരെ ഉണ്ട്. പിന്നെ അതാ ഇതുപോലുള്ള ഉരുള കല്ലുകളാണ് പോകുന്നത്. അവളുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? അവൾക്ക് മൈക്രോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലിറ്ററലി തളർന്നു, കിതയ്ക്കുന്നുണ്ട് നന്നായിട്ട്. കുറച്ച് ദൂരം മാത്രമേ സ്റ്റെപ്പ് ഉള്ളൂ കേട്ടോ. സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഉരുള കല്ലുകളാണ്. ഞങ്ങളുടെ ബാക്കിൽ നിന്ന് വന്ന അപ്പൂപ്പൻ പറഞ്ഞു ഏകദേശം 1 kilometer ഉണ്ടെന്ന്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ആയെന്നൊന്നും അറിയില്ല. ഞാൻ കിതച്ചു തുടങ്ങി. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ വഴികളൊക്കെ ഉണ്ടെന്ന്. ഇതും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ മന്നോ? തളർന്നു ഞാൻ. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും, ഷുവറായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യും അല്ലേ മന്നോ? ഞാൻ കുറച്ച് മേലോട്ടേ കയറിയിട്ടുണ്ടെങ്കിലും ഈ സൈഡിൽ നോക്കുമ്പോഴുള്ള വ്യൂ നോക്കി എന്ത് രസമാണ്. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടോ. വിളക്ക് കൊളുത്തിയിട്ട് ഞാൻ മനസ്സിൽ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പിന്നെയും മേലോട്ട് നടക്കാൻ തുടങ്ങി. നമുക്ക് ഇനിയും മേലെ എത്താൻ കുറേ ദൂരം നടക്കാനുണ്ട്. ഓപ്പോസിറ്റ് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. എന്നാ സ്പീഡിലാണ് വരുന്നതെന്നറിയാം. ഞാൻ പകുതി റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം കിതച്ച് ഒക്കെയാണ് കയറുന്നത്. ഇപ്പം മനസ്സിലായില്ല ഞാൻ എന്താ വോയിസ് ഓവർ ചെയ്തതെന്ന്. ഫുൾ കിതപ്പ് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ അതാ പിന്നെയും കയറുവാണ്, മേലോട്ട് കയറുന്നത്. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് കയറുന്നതെങ്കിലും മേലെ എത്തിയിട്ട് ആ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇതുപോലുള്ള സ്ഥലത്ത് വരുമ്പോൾ ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ പിന്നെയും വരാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ ഞാൻ ആക്ച്വലി ഇന്നത്തെ ദിവസം കൊല്ലത്തുള്ള നല്ല സ്ഥലങ്ങൾ 1 day ട്രിപ്പ് പോലെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ പക്ഷേ 1 day ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു എനിക്കൊരു 4 പ്ലേസേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആ 4 പ്ലേസുകൾ ഞാൻ Part 1, Part 2, Part 3, Part 4 ആയിട്ട് ഞാൻ ഇട്ടേക്കാം. ഒറ്റ ദിവസം ഞാൻ എടുത്ത വീഡിയോസാണ് ഇതെല്ലാം. ഞാൻ രാവിലെ പോയി തിരിച്ച് ഞാൻ രാത്രി വീട്ടിലെത്തി. 1 day ട്രിപ്പായിരുന്നു ഫുള്ള്. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. എനിക്ക് ഭയങ്കരമായൊരു നല്ലൊരു പോസിറ്റീവ് ഫീൽ ചെയ്തായിരുന്നു ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും. പിന്നെ ഇതാ ഇവിടെ അമ്പലമുണ്ട്, അമ്പലത്തിലെ നട അടച്ചിട്ടേക്കുവാണ്. പിന്നെ ഞങ്ങളിതാ കുറച്ച് നേരം അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. സൈഡിൽ ഇവിടെ വന്നിരുന്ന് കുറേ നേരം ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ അവിടെ ഒരു ഹനുമാന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ചിട്ടൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കഥയൊന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കെ. അപ്പം ഞാൻ കുറച്ച് നേരം പിന്നെയും ഇതൊക്കെ കണ്ടു നിന്നു. എന്നിട്ട് ഞാൻ പിന്നെയും ഈ മലയുടെ മേലെ വന്ന് കുറേ നേരം ആസ്വദിച്ചു. പിന്നെ ഇവിടെ ഒരു 3 കോഴിയുണ്ട് കേട്ടോ. അയ്യോ, ഞാനാണെങ്കിൽ അവിടെ ഒരു മരത്തിൻ്റെ ചുറ്റും ഒരു ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പം 2-3 അമ്മമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമാർ പറഞ്ഞു മോളെ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, കഞ്ഞി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കുടിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അമ്മമാരിരുന്നപ്പോൾ ഞാനും അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം മല കയറി വന്ന ഒരു ക്ഷീണത്തിലല്ലേ, അപ്പം ഞാൻ ഈ അമ്മമാരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ താഴെ നോക്കിയപ്പോഴേ എൻ്റെ അടുത്ത് കോഴി നിൽക്കുന്നു. അമ്മ എനിക്ക് കോഴിയെ ഭയങ്കര പേടിയാട്ടോ, എന്താണെന്നറിയില്ല. ഞാൻ ആകെ പേടിച്ചു പോയി. എൻ്റെ പേടി എന്നിട്ട് കോഴി കുറച്ചും കൂടെ എന്നായിട്ട് പേടിപ്പിക്കാൻ തുടങ്ങി. ഞാൻ എത്ര വിചാരിച്ചിട്ട് എനിക്ക് ആ പേടി പോകുന്നില്ല. കുഞ്ഞിലേ ഉള്ളതാണ് ഈ ജീവനുള്ള കോഴി. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവും. കൊച്ചിലേ മുതലുള്ളതാണ്. ഞാൻ ഇനി എത്രയൊക്കെ അത് മാറ്റണമെന്ന് ഇതാക്കിയാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. കോഴിയാണ് എനിക്ക് ഏറ്റവും പേടി. പക്ഷേ ഈ പക്ഷിയല്ല, അതിൻ്റെ തൂവലൊക്കെ എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് ദേഹം ഭയങ്കരമായിട്ട് തളർന്നു പോകും. അതുകൊണ്ട് മാക്സിമം ഞാൻ ജീവനുള്ള കോഴിയുടെ അടുത്തോ പക്ഷികളുടെ അടുത്തൊന്നും ഞാൻ അങ്ങനെ പോകാറില്ല. എനിക്കെന്തോ പെട്ടെന്ന് ഭയങ്കരമായിട്ട് പേടിക്കും. അങ്ങനെ ഇത്രയും നല്ല വ്യൂ കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഏകദേശം അരമണിക്കൂറോളം നമ്മളവിടെ നിന്നു. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി കൊല്ലത്ത് അടുത്ത സ്പോട്ടിലോട്ട് പോകണ്ടേ. അപ്പോൾ അടുത്ത സ്പോട്ടിൽ പോകാനുള്ള ടൈം ആയത് കാരണം കുറച്ച് നേരമൊക്കെ നിന്ന് നല്ല ക്വയറ്റായിട്ട് നിന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. എത്ര മനോഹരമല്ല ഈ സ്ഥലം. ഇനി എന്നാ ഇതുപോലുള്ള സ്ഥലത്ത് വരികയെന്ന് അറിയത്തില്ല. ഇതുപോലെ മീൻസ് ഈ സ്ഥലത്ത് തന്നെ ഇനി എന്നാ വരികയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ തിരിച്ചിറങ്ങും കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ഇറങ്ങിയാൽ മതി, ഇനി വീണ് പോകണമെങ്കിലും അതിനും കൂടെ കാരണം കുത്തനെ ഇറങ്ങുന്നതല്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങിയ ശേഷം ഒന്നും കൂടെ ഞാൻ തിരിഞ്ഞു നോക്കി. ആ വ്യൂ ഒന്നും കൂടെ മനസ്സിലിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ നോക്കി. അങ്ങനെ ഇതാ കയറി ഇൻട്രോ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ തിരിച്ചത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, സേഫായിട്ട്. എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും മലയുടെ മുകളിൽ കയറുന്നത്. ഒരുപാട് മല കയറിയിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ഇങ്ങനെയുള്ള മല ഞാൻ ഫസ്റ്റ് ടൈം, ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് വെച്ചിട്ടും അല്ലാതെ എൻ്റെ ലൈഫിൽ കയറിയിട്ടുള്ളത് വെച്ചിട്ടും ആദ്യത്തേതായിരിക്കാം. അങ്ങനെ മേലെ കയറി കുറച്ച് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉരുള കല്ലുകളായിരുന്നു. അങ്ങനെ കയറി കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എങ്ങനെയൊക്കെയാണ് കയറിയത്, എത്രത്തോളം കഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കഷ്ടപ്പെട്ടു എന്നല്ല, ഞാൻ ഇവിടെ എത്തിയപ്പോൾ 10:45 ആയില്ലായിരുന്നു. ആ ഒരു ടൈമിൻ്റെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെയിലൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ തിരിച്ചിറങ്ങി വന്നപ്പോൾ സുഖമായിരുന്നു. തിരിച്ചിറങ്ങി വന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇനി വീഴണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ശ്രദ്ധിച്ചാൽ വന്നത്. പക്ഷെ തിരിച്ചിറങ്ങി വരാൻ ഭയങ്കര എളുപ്പമായിരുന്നു. കയറിയതിൻ്റെ അത്ര പാടില്ല. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, വേർത്തതൊന്നുമില്ല. അങ്ങനെ ബാക്കി ഉള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ച വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേർന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.